വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. ഓണം എക്സാമിനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓണം പരീക്ഷയ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. കുറേ പേർക്കും സെക്കൻഡ് ചാപ്റ്ററിൽ വളരെയധികം കൺഫ്യൂഷൻസ് വരുന്ന ഒരു ഭാഗമാണ് ഡൈജഷൻ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ പറയുന്നത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഡയഗ്രാം അതല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ട് ചോദിക്കാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഓണപരീക്ഷയ്ക്ക് നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഈ ഡൈജഷനിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തെ നമുക്ക് 2 ആയിട്ട് തിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ചെയ്തിട്ടല്ല നിങ്ങൾക്ക് സിലബസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അല്ലെങ്കിൽ ഈ പ്രാവശ്യം ഓണപരീക്ഷയ്ക്ക് എന്താണ്, ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തെ നമുക്ക് മേജറായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാമത്തേതാണ് മെക്കാനിക്കൽ ഡൈജഷൻ, രണ്ടാമത്തേതാണ് കെമിക്കൽ ഡൈജഷൻ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം നിങ്ങൾക്കൊരു ഐഡിയ വേണം. അപ്പം എന്താണ് മക്കളെ ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ? ഇത്രയേ ഉള്ളൂ, ബ്രേക്ക് ഡൗൺ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഫുഡ് ഐറ്റംസ് into സിംപ്ലർ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സിമ്പിൾ പാർട്ടിക്കിൾസ് എന്ന് നമുക്ക് റഫായിട്ട് പറയാം. അപ്പോൾ ദഹനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദഹനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ വലിയ സാധനങ്ങളെ ബ്രേക്ക് ചെയ്ത് ചെറിയ സാധനങ്ങളാക്കുക. അതാണ് ഇവിടെ പറയുന്നത്. പ്രോസസ് ഓഫ് കൺവേർട്ടിങ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻറ്റു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. അതായത് സങ്കീർണമായ ആഹാരഘടകങ്ങളെ ആഗിരിക്കാൻ അല്ലെങ്കിൽ ആഗിരണത്തിനായിട്ട് ലഘു ഘടകങ്ങളാക്കുന്നു. അപ്പോൾ സങ്കീർണമായതിനെ ലഘു ഘടകങ്ങളാക്കുന്നു, ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വേണം. 3 മാർക്കിന് ഒരു, അതായത് സബ് ക്വസ്റ്റ്യനിൽ സി ആയിട്ട് ചോദിക്കാം, 2 മാർക്കിനും ഇതേപോലെ 1 മാർക്കിൻ്റെ ആയിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദഹനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സോ മനസ്സിലാക്കി വെക്കുക. കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ, അത് സെല്ലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്കാക്കി മാറ്റുന്നു. സങ്കീർണമായ ഫുഡ്, ഭക്ഷണ വസ്തുക്കളെ അതിനെ നമ്മുടെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന അത്ര ചെറിയ മോളിക്യൂളുകളാക്കി മാറ്റുന്നതിനെയാണ് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഡൈജഷനും അതുപോലെ കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് എന്ത്, യാന്ത്രിക ദഹനവും രണ്ടാമത്തേത് എന്താണ്, രാസിക ദഹനവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യാന്ത്രിക ദഹനം യന്ത്രങ്ങൾ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു മെക്കാനിക്കൽ ആക്ഷൻ ആണ് അല്ലേ. നമ്മുടെ ബോഡി നമ്മൾ ഓടുന്നു ചാടുന്നു ഇതൊക്കെ ചെയ്യുന്ന പോലെ, ഫാന് കറങ്ങുന്നു, അവിടെയൊക്കെ എന്താണ് ഒരു മെക്കാനിക്കൽ ആക്ഷൻ. ഇതേപോലെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെക്കാനിക്കൽ ആക്ഷൻസ് ആണ് നമ്മൾ ഈ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അതായത് ഡൈജഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദഹിപ്പിക്കാൻ വേണ്ടി മെക്കാനിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറയുന്നത്. അതിലൊന്നാമത്തേത് നിങ്ങൾക്കറിയാം, നമ്മുടെ വായിൽ ഭക്ഷണം വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വായു കൊണ്ട് ചവച്ച് അരച്ച് നല്ലോണം പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈസോഫാഗസ് നമ്മുടെ അന്നനാളത്തിലൂടെ പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് നടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രക്രിയയാണ് മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നേരെ ഇപ്പുറത്തോട്ട് വരികയാണ്, ഇതാ നമ്മുടെ കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം. അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ്, കെമിക്കലാണ് അല്ലെ, രാസമാറ്റങ്ങൾ സംഭവിക്കുന്നു. അത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ പറയുന്നത് കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം. അപ്പം അവിടെ ആരെയാണ് ഇവർ ഉപയോഗിക്കുന്നത്, ഈ ഡൈജഷന് വേണ്ടിയിട്ട് കുറച്ച് എൻസൈംസിനെ ഇവർ യൂസ് ചെയ്യുന്നു. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എൻസൈംസിനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ എൻസൈമുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവർ ദഹനം നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ കെമിക്കൽ ഡൈജഷൻ, രാസിക ദഹനം എന്ന് പറയുന്നു. മറ്റ് പ്രവർത്തനങ്ങളുടെ മെക്കാനിക്കൽ ഡൈജഷനായിട്ട് നടക്കുന്ന, അതായത് ചെറുകുടലിൻ്റെ പേശികളിലൂടെയും വായിലെ മസിൽസ് ഒക്കെ വെച്ചിട്ട് ടീത്തൊക്കെ വെച്ച് നമ്മൾ ചവച്ചരയ്ക്കുമ്പോൾ അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. ഇനി ഈ മെക്കാനിക്കൽ ഡൈജഷനിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് എന്നുള്ളത്.
ഒന്നാമത്തേത് നമ്മുടെ വായാണ്. വായിൽ നമ്മുടെ പല്ല്, നമ്മുടെ നാക്ക്, അതുപോലെ നമ്മുടെ ഈ ഒരു രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭക്ഷണത്തെ ചെറുതാക്കി മുറിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ വായിൽ തന്നെ എന്തും നടക്കുന്നുണ്ട്, കെമിക്കൽ ഡൈജഷൻ. അതായത് നമ്മുടെ സലൈവ, ഉമിനീരിലുള്ള സലൈവറി അമിലീസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു, മാൽട്ടോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ വായിൽ തന്നെ മെക്കാനിക്കൽ ഡൈജഷനും നമ്മുടെ കെമിക്കൽ ഡൈജഷൻ നടക്കുന്നുണ്ട്. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ ആണ് ഞാൻ പറഞ്ഞ വായു കൊണ്ട് ചവച്ചരയ്ക്കുന്നത്. രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ ആണ് മിസ് പറഞ്ഞത് ഏത്, നമ്മുടെ സലൈവറി അമിലേസ് വെച്ചിട്ട് തുപ്പൽ അല്ലെങ്കിൽ നമ്മുടെ ഉമിനീരിലുള്ള എൻസൈം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ മെക്കാനിക്കൽ ഡൈജഷനിൽ അടുത്തതാണെന്ത്, വായിൽ പല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഘടന നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണ്ട. രണ്ടാമത് നോക്കുക, സ്റ്റൊമക്ക് എടുത്താലും ഇൻറ്റസ്റ്റൈൻ എടുത്താലും ഒക്കെ അവിടെ എന്തുണ്ട്, നമ്മുടെ അന്നനാളമൊക്കെ എടുത്താലും ഇവിടെ എന്തുണ്ട്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്. അവിടെ അതിന് സഹായിക്കാൻ സർക്കുലാർ മസിൽസ് ഉണ്ട്. അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം വായ, നമ്മുടെ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈനിലുള്ള പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, ഇതെല്ലാം എന്താണ്, മെക്കാനിക്കൽ ഡൈജഷൻ്റെ എക്സാമ്പിളാണ്. ഇനി കുറേ എൻസൈമുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ, എൻസൈമുകളുടെ പ്രവർത്തനം വഴിയാണ് ദഹിപ്പിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയുന്നു, കെമിക്കൽ ഡൈജഷൻ അല്ലെങ്കിൽ രാസിക ദഹനം എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് വായിൽ വെച്ച് നടക്കുന്ന എൻസൈം സലൈവറി അമിലേസ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നുകൂടെ എഴുതി തരാം, സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസ് എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ എന്തു ചെയ്യുന്നു, മാൽട്ടോസ് ആക്കി മാറ്റുന്നു. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിൾ സ്റ്റാർച്ച് ആക്കി മാറ്റുന്നു. അപ്പോൾ ക്ലിയർ ആയല്ലോ, മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. ഓരോന്നിൻ്റെയും എന്ത് ചെയ്യുക, ഉദാഹരണങ്ങളും പഠിച്ചു വെക്കുക. എന്തായാലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററൊക്കെ കംപ്ലീറ്റ് ആക്കി സെറ്റാണെങ്കിൽ നേരെ നമ്മുടെ നിഞ്ച ബാച്ചിലേക്ക് വരിക. അവിടെ എല്ലാം സെറ്റാണ്. താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലുള്ള ഉത്തരം എന്ത് ചെയ്യുക അവിടെ കിട്ടും. നമ്മുടെ ഇത് അടുത്ത റിവിഷൻ ബാച്ച് 2.0 ബാച്ചും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ വേണമെങ്കിൽ നേരെ പോരൂ. എല്ലാ ചാപ്റ്ററും നമ്മൾ ഓണപരീക്ഷയ്ക്ക് മുന്നേ സെറ്റ് ആക്കിയിരിക്കും. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.